കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെയ്ത കനത്ത മഴയിൽ വയനാട്ടിൽ ഇന്നലെ ഉരുൾപൊട്ടലുണ്ടായി. തുടർച്ചയായി പെയ്യുന്ന മഴ മണ്ണിനെ നിലംപരിശാക്കി. നിരവധി ആളപായങ്ങളും പരിക്കുകളും ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് ഉരുൾപൊട്ടൽ? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എന്താണ് കാരണം? ഞാൻ വിപിൻ വിജയൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കനത്ത മഴയിൽ ഭൂമിയിൽ പെയ്തിറങ്ങുന്ന വെള്ളം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉയർന്ന സ്ഥലങ്ങളിലെ മണ്ണും മരങ്ങളും പാറയും ഉരുളൻ കല്ലുകളും മറ്റു വസ്തുക്കളും വളരെ പൊടുന്നനെ വലിയൊരളവിൽ താഴേക്ക് ഒലിച്ചിറങ്ങുന്ന സംഭവമാണ് ഉരുൾപൊട്ടൽ. പലവിധ കാരണങ്ങളാൽ ഇത് സംഭവിക്കാം. കനത്ത മഴ, ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണം, വനനശീകരണം പോലുള്ള മനുഷ്യ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ മണ്ണിടിച്ചിലിന് കാരണമാകും. അവ ജീവഹാനി വരുത്തുകയും സ്വത്തുക്കൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും കാര്യമായ നാശനഷ്ടം വരുത്തുകയും ചെയ്യും. കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ആവർത്തിച്ചുള്ള പ്രകൃതി ദുരന്തമാണ്. പലവിധ സ്വാഭാവിക കാരണങ്ങൾ കൊണ്ട് ഉരുൾപൊട്ടൽ സംഭവിക്കാം. കനത്ത മഴയാണ് ഇതിലെ പ്രധാന വില്ലൻ. കേരളത്തിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ശക്തമായ മൺസൂൺ മഴ അനുഭവപ്പെടുന്നു. കനത്തതും തുടർച്ചയായതുമായ മഴ മണ്ണിനെ നനവാക്കുകയും അതിന്റെ ശേഷി കുറയ്ക്കുകയും മണ്ണിടിച്ചിലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമാന്തരമായി ഒഴുകുന്ന ഒരു പർവ്വതനിരയാണ് പശ്ചിമഘട്ടം എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ ഒരു പ്രധാന ഭാഗം ഇതിൽ ഉൾപ്പെടുന്നു. ഈ പ്രദേശത്തെ കുത്തനെയുള്ള ചരിവുകളും ദുർഘടമായ ഭൂപ്രദേശങ്ങളും പ്രത്യേകിച്ച് കനത്ത മഴയിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയായി കണക്കാക്കുന്നു. നനവുള്ളപ്പോൾ വികസിക്കുകയും ഉണങ്ങുമ്പോൾ ചുരുങ്ങുകയും ചെയ്യുന്ന കളിമണ്ണിന്റെ സാന്നിധ്യം മണ്ണിടിച്ചിലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. കൃഷി, തോട്ടങ്ങൾ, നിർമ്മാണം എന്നിവയ്ക്കായുള്ള വ്യാപകമായ വനനശീകരണം മണ്ണിനെ സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ സസ്യങ്ങളെ നീക്കം ചെയ്തു. മരങ്ങളുടെയും ചെടികളുടെയും വേരുകൾ മണ്ണിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നുണ്ട്. അവ നീക്കം ചെയ്യുന്നത് മൂലം ചെരിവുള്ള മണ്ണിനെ മണ്ണൊലിപ്പിനും മണ്ണിടിച്ചിലിനും കൂടുതൽ സാധ്യത ഉള്ളതാക്കുന്നു. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണവും റോഡുകൾ, കെട്ടിടങ്ങൾ, അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവയുൾപ്പെടെയുള്ള ആസൂത്രിതമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും സ്വാഭാവികമായ ചരിവുകളുടെ ബലത്തിൽ വ്യത്യാസം വരുത്തുന്നു. കൃത്യമായ ആസൂത്രണമില്ലാതെ കുത്തനെയുള്ള ചരിവുകളിൽ നടത്തുന്ന കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ മണ്ണിടിച്ചിലിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. 2018 മഹാപ്രളയം സംസ്ഥാനത്തുടനീളം, പ്രത്യേകിച്ച് ഇടുക്കി, വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിരവധി ഉരുൾപൊട്ടലുകൾക്ക് കാരണമായി. കനത്ത മൺസൂൺ മഴയും മേൽപ്പറഞ്ഞ ഘടകങ്ങളും ചേർന്ന് വ്യാപകമായ നാശത്തിനും ജീവഹാനിക്കും കാരണമായി. 2020 ഓഗസ്റ്റിൽ കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ തേയിലത്തോട്ട മേഖലയായ പെട്ടിമുടിയിൽ വൻ ഉരുൾപൊട്ടലുണ്ടായി. ഉരുൾപൊട്ടൽ ഒട്ടനവധി ആളുകളുടെ മരണത്തിന് കാരണമാവുകയും ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ താമസ സ്ഥലങ്ങളുടെ ദുർബലത ഉയർത്തിക്കാട്ടുകയും ചെയ്തു. ഉരുൾപൊട്ടലുകൾ തടയുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടത് അനിവാര്യമായ ഘടകമാണ്. മണ്ണിനെ സുസ്ഥിരമാക്കാൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചരിവുകളിൽ സ്വാഭാവികമായ സസ്യങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് അതിലെ പ്രധാനമായ കാര്യം. മലയോര പ്രദേശങ്ങളിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കർശനമായ ഭൂവിനിയോഗ ചട്ടങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. കനത്ത മഴയിൽ ഉരുൾപൊട്ടൽ സാധ്യതകളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിന് നിരീക്ഷണ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഗവൺമെന്റ് ഇടപെടലുകൾ ഉണ്ടാകട്ടെ.